ഒരുപാട് അമ്മമാര് ഇന്ന് വന്നിട്ട് പറയാറുണ്ട്, ഡോക്ടറെ എന്റെ മോൾക്ക് 13 വയസ്സായി 14 വയസ്സായി ഇതുവരെ ആദ്യത്തെ പീരിയഡ്സ് ആയിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പെൺകുട്ടികൾക്ക് ആദ്യമായിട്ട് പീരിയഡ്സ് ആവേണ്ട സമയത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. സാധാരണ ഒരു പെൺകുട്ടിക്ക് ആദ്യമായിട്ട് മെൻസസ് ആവേണ്ടത് 10 വയസ്സിന്റെയും 16 വയസ്സിന്റെയും ഇടയിലാണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കാണേണ്ടത് എന്നതിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. നിങ്ങളുടെ മകൾക്ക് 16 വയസ്സായിട്ടും ആദ്യത്തെ പീരിയഡ്സ് ആയിട്ടില്ലെങ്കിൽ, അതും അല്ലെങ്കിൽ 13 വയസ്സായിട്ടും ബ്രസ്റ്റ് ഡെവലപ്മെന്റ് വന്നിട്ടില്ലെങ്കിൽ, അഥവാ ബ്രസ്റ്റ് ഡെവലപ്മെന്റിന് ശേഷം 3 വർഷത്തിനുള്ളിൽ ആദ്യത്തെ പീരിയഡ്സ് ആയിട്ടില്ലെങ്കിലാണ് നമ്മൾ ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യേണ്ടത്. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്ന് ഞാൻ പറയാം. ഇപ്പൊ പണ്ടത്തെ കാലമല്ലല്ലോ, കുട്ടികൾ ഡയറ്റ് ചെയ്യണു, അവര് വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട പോഷകം കിട്ടാതെ വരുന്നു, അവർക്ക് വിളർച്ച വരുന്നുണ്ട്, ബോഡി ഫാറ്റ് കുറയുന്നു. അങ്ങനെ ബോഡി ഫാറ്റ് കുറവാണെങ്കിൽ ഫസ്റ്റ് മെൻസസ് ഡിലേ ആവും. ഇനി മറ്റൊരു കാരണം, ഒരുപാട് എക്സസൈസ് ചെയ്യുന്ന കുട്ടികൾ, നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ, അമിതമായിട്ട് കായിക വിനോദത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികൾ, ഇവർക്കൊക്കെയും ഫസ്റ്റ് മെൻസസ് ഡിലേ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ഇനിയുള്ള കാരണങ്ങൾ ഹോർമോൺ വ്യതിയാനമാണ്. PCOD, PCOS പോലെയുള്ള കണ്ടീഷൻ, തൈറോയിഡ് രോഗം, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ അസുഖങ്ങൾ, പലതരം സ്ട്രെസ്, ഇതെല്ലാം ഒരു കുട്ടിക്ക് ആദ്യത്തെ പീരിയഡ്സ് ഡിലേ ആക്കുന്നതിന് കാരണമാവുന്നു. കാരണങ്ങൾ അനുസരിച്ചുള്ള ഒരു ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാവുന്നതേ ഉള്ളൂ.